പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വചനഭാഗം കൊളോസ്സസ് ലേഖനം 1 അധ്യായം 24 വാക്യം. പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ വലിയ വാഗ്ദാനത്തിലപ്പുറമായിട്ടും എനിക്ക് എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കാളിയാകാൻ സാധിക്കുക എന്ന് വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പങ്കാളികളാകുമ്പോൾ അതിലൂടെ ദൈവത്തിൻ്റെ വാഗ്ദാനം എന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. മറ്റു മക്കളുടെ സഹനത്തിൽ പങ്കാളികളാകുകയും, വീണ്ടും വചനം പറയുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കാളികളാകാൻ സാധിക്കുക എന്നാണ് ഈ വചനം പറയുന്നത്. അപ്പോൾ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വചനപ്രകാരമാണ്. കൊളോസ്സസ് ലേഖനം 1 അധ്യായം 24 വാക്യം. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. ആണ്, നിങ്ങളെ പ്രതിയുള്ള മറ്റു മക്കൾ അനുഭവിക്കുന്ന സഹനത്തെ പ്രതി പൗലോസേ സന്തോഷിക്കുന്നു. എന്തുകൊണ്ടാണ്? സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് മനോഹരമായതാണല്ലേ. ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന സഹനങ്ങളുടെ കുറവുണ്ടെങ്കിൽ ആ കുറവ് ഞാനങ്ങ് നികത്തുന്നു എന്നാണ് പൗലോസേ പറയുന്നത്. ഓർക്ക പ്രിയമുള്ളവർ, ഇതിലൂടെ പൗലോസ് നമ്മൾ പറയുന്ന കാര്യമുണ്ട്. നമ്മെ പ്രതിയുള്ള നാം അനുഭവിക്കുന്ന പീഡകൾ പൗലോസ് സന്തോഷിക്കുന്നു. എന്തെന്നാൽ സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന കുറവ് നാം നികത്തുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ തമ്പുരാൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് എൻ്റെ സഹനം ചേർത്ത് വയ്ക്കുമ്പോൾ ആ സഭയുടെ വലിയ ശക്തിയിലേക്കും സഭയ്ക്ക് വേണ്ടി സഹിക്കുന്നവർ, ക്രിസ്തുവിനോട് സഹിക്കുന്നവർക്ക് ശക്തിയായി മാറുമെന്നാണ് പൗലോസ് പറയുന്നത്. ഇത് നിമിത്തമായിട്ട് യേശുവിൻ്റെ വേലയിൽ നമുക്ക് പങ്കുപറ്റാൻ സാധിക്കുമെന്നാണ് പൗലോസ്യ നാമുമായി പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ മറ്റുള്ളവർ നന്മയ്ക്ക് വേണ്ടി നമ്മളുടെ കഷ്ടപ്പാട് അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടും തെറ്റിദ്ധാരണകളും കുരിശുകളും എല്ലാം മറ്റു മക്കളുടെ വിശുദ്ധിക്ക് വേണ്ടി, മറ്റു മക്കൾ സഭയ്ക്ക് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി സഹിക്കേണ്ടി വരുമ്പോൾ അത് ശക്തിയായി മാറുമെന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസ്ലിയുടെ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനും സഭയ്ക്കും വേണ്ടിയുള്ളതാണ് നമ്മുടെ കഷ്ടപ്പാടെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും പൗലോസിന് ഒരു വിഷമം എന്താണെന്നറിയാമോ? തൻ്റെ സഹനങ്ങളും തൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ഈശോയെ പ്രതി, സഭയെ പ്രതി സഹിക്കുന്നു. അപ്പോഴും പൗലോസ് പറയുന്നതെന്നറിയാമോ? സഹനം കുറവാണെന്ന് പറയുന്നത്, ഇനിയും പോരാന്ന് പറയുന്നത്. യേശുവിനെ പ്രതി കൂടുതൽ സഹിക്കുമ്പോഴാണ് ക്രിസ്തുവിനോട് കൂടുതൽ അനുരൂപമാകുന്നു എന്ന് പൗലോസ് ചിന്തിക്കുകയാണ്. അപ്പോൾ അവർക്ക് പ്രിയമുള്ളവരെ, കഷ്ടതയുടെ ഉദ്ദേശം പൗലോസിൻ്റെ കാഴ്ചപ്പാടിൽ സഭയുടെ നന്മയ്ക്കും ദുർബലരായ വിശ്വാസികളെ ശക്തിപ്പെടുത്തുവാനും സുവിശേഷം പ്രസംഗിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാനുമാണെന്നാണ് പൗലോസിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ കഷ്ടപ്പാടിൽ സന്തോഷിക്കുന്ന ഒരു സ്നേഹിയായി നാം പൗലോസിനെ കാണുകയാണ്. കഷ്ടപ്പാടിൽ സന്തോഷിക്കുന്നു. അങ്ങനെ കൂടുതൽ സന്തോഷിക്കുമ്പോൾ കൂടുതൽ തമ്പുരാൻ്റെ ഒപ്പം ചേരാൻ പറ്റുമെന്നും തമ്പുരാൻ്റെ സഹനത്തിൽ പങ്കാളികളാകാൻ സാധിക്കുമെന്നും പൗലോസിലേക്ക് ഉറച്ച ബോധ്യമുണ്ട്. വീണ്ടും ഇതൊരു സേവനമായിട്ടാണ് പൗലോസിനെ കാണുന്നത്. അത് കഷ്ടപ്പാട് തമ്പുരാൻ്റെ സഭയെ ശുശ്രൂഷിക്കാനുള്ള ഒരു കടമയായിട്ടോ സേവനമായിട്ടാണ് പൗലോസ്ലിയ ഇതിനെല്ലാം കാണുന്നത്. ക്രിസ്തുവിൻ്റെ കഷ്ടതകൾ ഇല്ലാത്തത് പൗലോസ് നിറയ്ക്കുന്നു എന്നാണ് പൗലോസ്ലിയ പറയുന്നത്. ഒപ്പം തന്നെ പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്ന മക്കളിൽ നിന്നും ക്രിസ്ത്യാനികൾക്ക് ഈ അനുഭവം ഉണ്ടാകുന്നത് അവരെ ക്രിസ്തുവിലേക്ക് ഒട്ടിച്ചു നിൽക്കുവാനും ചേർത്ത് നിൽക്കുവാനും സാധിക്കുന്ന പൗലോസ്ലിയ പറയുന്നുണ്ട്. തെരേസ ഓഫ് ചൈൽഡ് ജീസസിൻ്റെ വാക്കിൽ പറയുകയാണെങ്കിൽ, സഹനത്തിലൂടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുമെന്ന് ക്രിസ്തു എന്നെ മനസ്സിലാക്കി. എനിക്ക് കൂടുതൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ അവ സഹിക്കുവാനുള്ള
എൻ്റെ ആഗ്രഹം കൂടുതൽ തീവ്രമായി ആഴപ്പെട്ടു എന്ന്. ഇതൊരു മനോഹരമായ വചനമല്ലേ? അപ്പോൾ ആ വിശുദ്ധ അമ്മ എന്താ പറയുന്നത്? കൂടുതൽ സഹിക്കേണ്ടി വരുമ്പോൾ അതെന്നെ സഹിക്കുവാനുള്ള ആഗ്രഹം കൂടുതൽ കൂടുതൽ ആഴപ്പെടുത്തിയെന്ന്. ഇതാ പൗലോസ്ലേഖൻ പറയുന്നത്. ജീവിതത്തിൽ സഹനം വരുമ്പോൾ നമ്മളൊക്കെ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നു, വേണ്ടാന്ന് പറ്റുന്നു, വയ്യാവലി വേണ്ടാന്നൊക്കെ പറയും. പക്ഷെ പൗലോസ്ലേഖയും ഈ വിശുദ്ധയായ സഹോദരി എന്താ പറയുന്നത്? അങ്ങനെ സഹിക്കുവാൻ എനിക്ക് അവസരം കിട്ടുമ്പോൾ ഒളിച്ചോടുക എന്നല്ല, മറിച്ച് യേശുവിനെ പ്രതി, യേശുവിൻ്റെ സഹനത്തെ പ്രതി കൂടുതൽ സഹിക്കുവാനുള്ള ഒരു തീഷ്ണത, ഒരു തീവ്രത എനിക്ക് ലഭിക്കുമെന്നാണ് ഈ പുണ്യാത്മാക്കൾ പറയുന്നത്. ഇങ്ങനെ നമുക്കും പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ജ്ഞാനത്താൽ യേശുവിനോട് കൂടെ കഷ്ടപ്പെടുവാൻ എനിക്ക് അവസരം നൽകിയതിനോത്ത് നന്ദി പറയുന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്കായി എൻ്റെ കഷ്ടപ്പാടുകൾ അർപ്പിക്കുവാൻ കർത്താവെ എന്നെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, അച്ഛൻ ഈശോയുടെ ആശീർവാദം തരാം. കർത്താവെ, വചനം ശ്രവിക്കുന്ന സർവ്വമക്കളെയും നിൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ നേരിടേണ്ടി വരുന്ന സഹനവും കഷ്ടപ്പാടും ദുഃഖങ്ങളും വേദനയും എല്ലാം ഒളിച്ചോടുവാൻ ഉള്ള ഞങ്ങളുടെ ആഗ്രഹത്തെ സമർപ്പിക്കുന്നു. കർത്താവെ, നീ ആഗ്രഹിക്കുന്ന പോലെ ഒളിച്ചോടുവാനല്ല, മറിച്ച് നിൻ്റെ പുത്രനോട് ചേർന്ന് നിന്നുകൊണ്ട് ലോകത്തെ രക്ഷിക്കുവാൻ, സഹനം സ്വീകരിക്കുവാനും, അങ്ങനെ സഹനത്തിൽ കടന്നു പോകുമ്പോൾ കൂടുതൽ സഹിക്കുവാനുള്ള തീഷ്ണത, തീവ്രത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങളേക്ക് വർഷിക്കപ്പെടട്ടെ. ഒപ്പം ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലായി ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി, സഹനത്തിൻ്റെ പുത്രി, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. പ്രിയമുള്ളവരെ, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഈ ദിവസം സഹനവും ദുഃഖവും ഉണ്ടാകുമ്പോൾ മറക്കരുതേ, തമ്പുരാന് സഹനത്തോട് ചേർന്ന് സഹിക്കുവാനും ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് സുവിശേഷത്തിനു വേണ്ടി ദൈവരാജ്യത്തിന് ജീവിക്കുന്ന മക്കളുടെ സഹനത്തിന് ശക്തിയായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഹനത്തിൽ തീവ്രത ലഭിക്കുന്ന ഒന്നായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.